ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ സഹജമാണ്. മനുഷ്യനുണ്ടെങ്കിൽ എല്ലാ മനുഷ്യനും കഷ്ടപ്പാടുകളുണ്ട്. എല്ലാ മനുഷ്യനും കഷ്ടപ്പാടുണ്ട്. എനിക്ക് മാത്രമേ കഷ്ടപ്പാടുള്ളൂ, മറ്റുള്ളവർക്കില്ല എന്ന് ചിന്തിക്കരുത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ്. പക്ഷേ ചില ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ കഷ്ടതകൾ വന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടും. കാര്യം വെച്ചാൽ എന്തുകൊണ്ടാണ് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത്. എന്നാൽ മറ്റു ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ ഒരിക്കലും അവർ രക്ഷപ്പെടില്ല എന്നുള്ളത്. കാരണം അവർക്ക് തെറ്റ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ തെറ്റ് മനസ്സിലാക്കിയാൽ പോലും ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാനോ അവർ തയ്യാറാകുന്നില്ല. കാര്യം അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പറ്റിപ്പാണ്, മറ്റുള്ളവരെ തട്ടിപ്പറിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ സ്വത്തില്, മറ്റുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സ്വത്തില് കണ്ണുവെച്ചിട്ട് അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും ചേർന്ന് അതിനെ എങ്ങനെ തട്ടിപ്പറിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി അതൊരു ഗ്രൂപ്പാണ് അവര്. അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരൊരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളത്. എന്നും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്കാണ് പോകുന്നത്. പക്ഷെ അവർക്ക് അതൊന്നും വിഷയമല്ല. മറ്റുള്ളവന്റെ കയ്യിരിക്കുന്ന സ്വർണം, അവന്റെ കയ്യിരിക്കുന്ന സ്വത്തുക്കൾ, അവന്റെ കയ്യിരിക്കുന്ന പണം അതെങ്ങനെ തട്ടിയെടുക്കാം എന്ന് അച്ഛനും അമ്മയും മക്കളും കൂടി റിസർച്ച് ചെയ്യലാണ് അവരുടെ ജോലി. അല്ലാതെ ശരീരം അനങ്ങി ജോലി ചെയ്ത് സ്വന്തമായി 10 കാശ് ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നവരെയല്ല. അങ്ങനെയുള്ളവർക്ക് കഷ്ടപ്പാട് ഒരിക്കലും മാറില്ല.